ഹായ്! അങ്ങനെ ഒരു വ്യാഴവും വെള്ളിയും ദിവസം കടന്നുപോയിരിക്കുകയാണ്. തിയേറ്ററുകളിൽ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസങ്ങളാണ് എല്ലാ ആഴ്ചയിലെയും വ്യാഴം, വെള്ളി ദിവസങ്ങള്. അപ്പോൾ ഈ ഒരാഴ്ച ഈ ഒരു വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ തിയേറ്റർ റിലീസ് ചെയ്ത സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 13ഓളം റിലീസുകളാണ് വ്യാഴം, വെള്ളി ദിവസങ്ങളായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അതായത് ജൂലൈ മാസം 31, ആഗസ്റ്റ് മാസം 1-ാം തീയതി ഈ 2 ദിവസങ്ങളായിട്ട് 13ഓളം റിലീസുകളാണ് തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം നമുക്ക്. ഒന്നാമത് ഒരു ആനിമേഷൻ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ദ ബാഡ് ഗൈസ് 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ടാണ് ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു കോമഡി ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ദ നേക്കഡ് ഗൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആൾക്കാർ ഒരുപാട് കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് നേക്കഡ് ഗൺ എന്ന് പറഞ്ഞ സിനിമ. ലിയാൻ നീസൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ ഇപ്പോൾ തിയേറ്ററിൽ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്ത റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് ഹിന്ദി മൂവിയാണ് സൺ ഓഫ് സർദാർ 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അജിത് ഖാനും മൃണാൽ താക്കൂറും പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ ഹിന്ദി ഭാഷയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്ത റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് ധഡക് 2 എന്നാണ് സിനിമയുടെ പേര്. സിദ്ധാർത്ഥ് ചതുർവേദി, തൃപ്തി ദിമ്രി എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അടുത്ത വിജയ് ദേവരകൊണ്ട, ഭാഗ്യശ്രീ ബോസ്, സത്യദേവ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തെലുങ്ക് സിനിമയായിരുന്നു കിങ്ഡം എന്ന് പറഞ്ഞ സിനിമ. തെലുങ്ക്, തമിഴ് ഭാഷകളായിട്ടാണ് ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു കോമഡി ഫാന്റസി ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് ഹൗസ് മേറ്റ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ തമിഴ് ഭാഷയിൽ മാത്രമായിട്ടാണ് തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് സറണ്ടർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയും ഇപ്പോൾ തിയേറ്ററിൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു മലയാള സിനിമയാണ് ചങ്ങായി ദ റിയൽ ഫ്രണ്ട് എന്ന് പറഞ്ഞ സിനിമ. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമ 2021 റിലീസ് ചെയ്ത സിനിമയാണ്. ഇപ്പോൾ ഈ സിനിമ വീണ്ടും തിയേറ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ് തയ്യൽ മെഷീൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കിച്ചു ടെല്ലസ്, ഗായത്രി സുരേഷ്, ശ്രുതി ജയ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു മലയാളം ഡബ്ഡ് മൂവിയാണ് സു ഫ്രം സോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു കോമഡി ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം ഡബ്ഡ് മൂവിയാണ്. കഴിഞ്ഞ ആഴ്ച കന്നഡയിൽ റിലീസ് ചെയ്ത സിനിമയാണ്. നല്ല റിവ്യൂസ് കാര്യങ്ങളൊക്കെ വന്ന ഒരു സിനിമയാണ് ഈ സിനിമ. സു ഫ്രം സോ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ അവൈലബിൾ ആണ്, മലയാളം ഭാഷയിൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഫാന്റസി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ് രാജകന്യക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആത്മീയരാജനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു മലയാള സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു മലയാള സിനിമയാണ് കതിർ, ഷൈൻ ടോം ചാക്കോ, ഹക്കീം ഷാ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ. ഒരു സസ്പെൻസ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ ഇപ്പോൾ അവൈലബിൾ ആണ്. മലയാളം, തമിഴ് ഭാഷകളായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. മീശ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അടുത്ത മലയാളത്തിലുള്ള ഒരു സിനിമയാണ്, പ്രധാനപ്പെട്ട ഒരു സിനിമയാണ്, നല്ല റിവ്യൂസ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സിനിമയാണ് സുമതി വളവ് എന്ന് പറഞ്ഞ സിനിമ. റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. അർജുൻ അശോക്, സൈജു കുറുപ്പ്, ഗോകുൽ സുരേഷ്, ശ്രാവൺ മുകേഷ്, സണ്ണി കുര്യൻ, ശിവദ, ബാലു വർഗീസ്, സിദ്ധാർത്ഥ് എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളാണ് ജൂലൈ മാസം 31, അതായത് ആഗസ്റ്റ് 1, ജൂലൈ മാസം 31-നും ആഗസ്റ്റ് 1-നുമായിട്ട് തിയേറ്റർ റിലീസ് ചെയ്ത സിനിമകളായിട്ടുള്ളത് ഇത്രയും റിലീസുകളാണ്. അപ്പോൾ ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ നിങ്ങൾ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.